ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ നിന്നും പുതിയ പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം അക്രമത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും കൊലയുടെയും കഥകൾ മാത്രമാണ്. ഇസ്രായേലിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്നൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ അടിച്ച് തകർക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഇറാനാണെങ്കിൽ അടുത്ത ട്രൂ പ്രോമിസ് 3 ഇസ്രായേലിനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ തിരിച്ചും മറിച്ച് വഴിക്ക് തീരുമാനമാക്കും എന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ അടിക്കാൻ പോകണമെന്ന്. ഇനി ആരാദ്യം അടിക്കുമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനൊക്കെ അങ്ങ് പെട്ടെന്ന് കയറി ആക്രമിച്ച് അങ്ങ് തീർത്ത് കളയാമെന്ന് ചിന്തിക്കുന്നത് സിറിയ പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അവരിപ്പോൾ പറയുന്നത്, ഇപ്പോൾ സിറിയയിലെ അസദിൻ്റെ ഭരണകൂടം വീണതോടുകൂടി ഇസ്രായേലിന് സിറിയയിൽ ഒരു ആധിപത്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഗോലാനി അൽ ഖായ്ദ സംഘത്തിൻ്റെ മേൽ. അതുകൊണ്ട് തന്നെ അവരവിടെ വ്യോമ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സിറിയയിൽ. ഇനി സിറിയയുടെ മുകളിലൂടെ ഒരുത്തരും പറക്കണ്ട, ഇനി ഞങ്ങൾ തീരുമാനിക്കും ആര് പറക്കണമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇനി ഇറാൻ സിറിയയുടെ മുകളിലൂടെ പറന്നു കഴിഞ്ഞാൽ ഇവരുടെ വിമാനങ്ങൾ ആക്രമിക്കും. എന്നാൽ ഇവർക്കോ തിരിച്ച് സിറിയയിൽ നിന്നും ഇറാനെ ആക്രമിക്കാൻ എളുപ്പമാണ് താനും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവന്മാർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഈ 1.5 മാസം മുമ്പ് നെതന്യാഹു പറഞ്ഞ് ഇനി ഞങ്ങൾ ഇറാനെ ആക്രമിക്കാനില്ലെന്നാണ്. കാരണം രണ്ടാമത്തെ അടി ഈ ഇറാൻ ട്രൂ പ്രോമിസ് 2 എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് കുറേ അടിച്ചല്ലോ. ആ അടിച്ചപ്പം അത് തിരിച്ചടിക്കാൻ താക്കത്തില്ലാതെ അവർ പറഞ്ഞ് ഇനി ഞങ്ങൾ ഇറാനെ ആക്രമിക്കാനില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നിർത്തിപ്പോയവന്മാരാണ്. ഇപ്പോൾ അവന്മാർ ഈ സിറിയ തോറ്റ് കഴിഞ്ഞപ്പോൾ, അസദിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവർ ഓർത്ത് ഞങ്ങളങ്ങെല്ലാം വിജയിച്ചിരിക്കുകയാണ്. ഇവർ സിറിയയും ഇറാനുമായിട്ട് തന്നെ ഇടപാടിരിക്കുന്നു. ഇപ്പോൾ സിറിയയാണോ ഇറാൻ ആയുധം കൊടുത്തുകൊണ്ടിരുന്നത്? അതാണ് അതിനകത്ത് ഏറ്റവും രസം. ഇറാൻ സിറിയയെ സഹായിക്കുകയായിരുന്നു, ഹിസ്ബുള്ളയെ സഹായിക്കുകയായിരുന്നു. അപ്പം ഇറാൻ ആയുധം കൊടുത്തില്ല, സിറിയ വീണു. ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തില്ല, ഹിസ്ബുള്ളയും വീഴും എന്ന് പറഞ്ഞ് ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, ഇറാൻ തോറ്റുപോയി എന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെ പറ്റുന്നത്? പക്ഷെ ഇവർ കണക്കൂട്ടുന്നത് എങ്ങനെയാണ്? ഇപ്പം ഇറാൻ ഇച്ചിരി ക്ഷയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇറാനെ ഞങ്ങളിപ്പോൾ അടിച്ച് നിരപ്പാക്കി കളയാം, ഇപ്പം ശരിയാക്കി കളയാം. എപ്പോൾ ശരിയാക്കാൻ? ചുമ്മാതെ ഒരു കാര്യമില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്നതാന്നേ. കാരണം വെച്ചാൽ ഇവർക്ക് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ആളാകണം. അതിന് സ്ഥിരമായി വീരവാദങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ തന്ത്രം തന്നെ അതാണ്. കാരണം അവർക്ക് കൊച്ചാകാൻ പറ്റില്ല. അവിടെ രാജ്യം കുട്ടിച്ചോറായി കിടക്കുക. അത് എല്ലാ ഈ മല്ലന്മാരിങ്ങനെ പറയുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഗുസ്തിയിലെ കണ്ടിട്ടില്ല, ഈ ഇതിനകത്ത് കണ്ടിട്ടുണ്ടല്ലോ. അതായത് വെല്ലി വിളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ വലിയ ഇതാന്ന് പറയുന്നത്, ലാസ്റ്റ് ഇടിയും മേടിച്ചുകൊണ്ട് പോവുക. ഇത് തന്നെ പരിപാടി എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ ഒരു സാധനം അങ്ങനെ തന്നെയാണ്. അവന്മാരുടെ രീതികളും അങ്ങനെയാണ്. അവന്മാർ ശരിക്കും അവന്മാർക്കിട്ട് കിട്ടുന്നുണ്ട്. അവിടെ മൊത്തം മിസൈൽ വീണ് വരിഞ്ഞ് കിടക്കുക. പക്ഷേ ഞങ്ങൾ ജയിച്ചു എന്ന് സ്വയം അടിക്കും. ലെബനോനിൽ ഇന്ന് കാലം കയ്യെ പിടിച്ച് ഇറങ്ങിപ്പോയി. അവർ തന്നെ വെടിനിർത്തൽ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ അവിടെ നിന്ന് ഒഴിവായിപ്പോയി. എന്നിട്ട് ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞ് നടക്കുക. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇറാനെയും ഇത് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇപ്പം ഇറാൻ ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ ഈ അവസരം നോക്കി മുട്ടി നോക്കാൻ കിട്ടിയാലോ, ജയിച്ചാലോ, അല്ലെങ്കിൽ ഇറാനെ ഒന്ന് തളർത്താൻ പറ്റിയ രക്ഷപ്പെട്ടില്ലേ? അത് റഷ്യ അപ്പുറത്ത് വായി നോക്കി നിൽക്കുകയാണോ? റഷ്യ പറയുന്നത് ഇറാൻ ഒരു ചെതലാണ്. ചെതലിങ്ങനെ ഓരോരോ സ്ഥലത്തൂടെ പതുക്കെ ഇങ്ങനെ ദ്രവിപ്പിച്ച് നശിപ്പിച്ച് ഇങ്ങനെ കയറി വരുമ്പോൾ അത് റഷ്യക്ക് നാശമാണ്. അതുകൊണ്ട് ആ ചെതലുകളെ നശിപ്പിക്കണമെന്ന് റഷ്യ പറയുന്നത്. അതോടൊപ്പം ട്രംപ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഉക്രൈനുമായിട്ടുള്ള റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാതെ ഗസയിലെ യുദ്ധം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഗസയിലെ യുദ്ധം നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ കൊണ്ട് ഈ ഇസ്രായേലിനെ അടുപ്പിക്കേണ്ടത് ഇപ്പോൾ റഷ്യയുടെ ആവശ്യമാണ്. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശ്രദ്ധ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവണം. ഈ സെലൻസ്കിയുടെ പുറകെ പോകരുത്, ഉക്രൈനിലേക്ക് പോലും എത്തരുത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ യുദ്ധം നിലനിർത്തുന്നത്. റഷ്യ വിചാരിക്കണം ഗസയിൽ യുദ്ധം തീരണമെന്നുണ്ടെങ്കിൽ, അതായത് ഇസ്രായേലിന് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ റഷ്യ തീരുമാനിക്കണം എന്നാണ് അർത്ഥം. അത് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ പൊട്ടന് മനസ്സിലായിട്ടില്ല, നെതന്യാഹുവിന് മാത്രം മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ യുദ്ധം അവസാനിപ്പിച്ചിട്ട് സംഗതി തടിയ കഴിച്ചിലാകുക എന്നല്ലാതെ ഇപ്പോഴും പോയി നടന്ന് കാണുന്നിടത്തെല്ലാം പോയി യുദ്ധം ചെയ്യുക, അടുത്തടുത്ത് അടിക്കുക. എന്തായ ഗുണം അതുകൊണ്ട്? രാജ്യം നശിക്കുക പിന്നെയും. ഇപ്പോൾ ഇവന്മാർ പോയിട്ട് ഇറാനിലേക്ക് അടിക്കും, ഇറാനിൽ നിന്ന് കുറേ മിസൈൽ കൊണ്ട് തിരിച്ച് വീണ്ടും ഇസ്രായേലിലേക്ക് ഇടും. ഇറാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമല്ലേ, ഒരുപാട് ഏരിയ ഉള്ളതാണ്. ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ്. 2 ദിവസം പണിയാനുള്ള സംഗതി ഇല്ല ഇറാനെ സംബന്ധിച്ച്. 2 ദിവസം പണിതാൽ ഇസ്രായേൽ തീർന്നു. എന്നിട്ടും വീരവാദം അടിക്കുകയാണ്. ഈ ആയുധമില്ലാത്ത ഗസയെ കൊണ്ട് മുകളിൽ നിന്ന് ബോംബിടുന്ന പോലെയാണ് ഇറാനിൽ കൊണ്ട് ബോംബിട്ടാൽ നടക്കാൻ പോകുന്നത്. അത് നമുക്ക് ചിന്തിക്കാവുന്ന കേസല്ലേ ഉള്ളൂ. അവരെ തടയും, തിരിച്ച് അവർ പോയിട്ട് അതുപോലെ തന്നെ ഇസ്രായേലിൽ പോയിട്ട് ആക്രമിക്കും.
ഇവന്മാരെങ്ങനെ ചെയ്തോ അതിനേക്കാൾ 10 ഇരട്ടിയായിട്ട് തിരിച്ച് അവിടെയും കൊണ്ടിടും. ഇതല്ലേ നടക്കാൻ പോകുന്നത്. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ യുദ്ധത്തിനാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്? ഇതാണ് വിഷയം. അഭിമാനം. സ്വന്തം രാജ്യം നശിച്ചാലും കുഴപ്പമില്ല, അഭിമാനം ഇങ്ങനെ നിൽക്കണം. എവിടെ അഭിമാനം നിൽക്കാൻ ആൾ ബാക്കി ഉണ്ടാവണ്ടേ? ഇവർ ഇറാൻ്റെ ബങ്കർ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരും തിരിച്ചത് തന്നെയല്ലേ ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ ഓരോ പ്രദേശങ്ങളും ഇറാനും കാണാപ്പാടം. ഇപ്പം കൃത്യമായിട്ട് അവർ സ്പോട്ടിൽ കൊണ്ട് അടിച്ചിട്ട് പാടേ പോകും. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ പറയുന്നത് നെതന്യാഹു സ്വപ്നങ്ങൾ കാണുന്നതാണ്, അത് തന്നെ ദുസ്വപ്നങ്ങളാണ്, അത് അവരുടെ നാശത്തിനാണ്. ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമാണ്, അതിൻ്റെ ശക്തി ഇതുവരെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിശക്തമായി ഇസ്രായേലിനെ തിരിച്ചടിക്കും. ഇപ്പം തന്നെ അവന്മാർ ഈ ട്രൂ പ്രോമിസ് 3 ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ഇസ്രായേലിനെ അടിക്കുന്നതെന്ന് ഓർത്ത് നടക്കുകയാണ്. അപ്പോഴാണ് വഴി ഉണ്ടാക്കി കൊടുക്കുക അങ്ങോട്ട്. എങ്ങനെയുണ്ട്? ഈ ഇറാനെ ആക്രമിക്കുന്നതിനെക്കുറിച്ച് മന്ത്രിസഭാ യോഗം കൂടിയിട്ടുണ്ട് ഈ നെതന്യാഹു. ഇത് അവരുടെ പത്രം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹാരറ്റ്സും പറയുന്നുണ്ട്. അതായത് ലോകത്ത് വേറെ ആരും അല്ല പറയുന്നത്, അവരുടെ സ്വന്തം പത്രങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇവരോർത്ത് ഈ സിറിയ പിടിച്ചടക്കി കഴിഞ്ഞാൽ ലോകം മുഴുവൻ പിടിച്ചടക്കുക എന്നുള്ളതാണ്. സിറിയ എന്ത് പിടിച്ചടക്കേണ്ട കാര്യം? അതൊരു ചെറിയ പ്രദേശം കഴിഞ്ഞു. അവിടെ കുറേ അൽഖായിദക്കാർ കയറി ഭരിക്കും, അവരവരുടെ ശത്രുക്കളെ കൊല്ലും. ഇത് തന്നെ പരിപാടി. അതിൽ ഏറ്റവും കോമഡിയുണ്ട്, സിറിയയിൽ നിന്ന് മറ്റു കുറേ കോമഡികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നാടകക്കാർ. സംഭവം ജയിലിൽ നിന്നൊക്കെ ആൾക്കാരെ ഇങ്ങനെ വളരെ അവശനായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ്. ഞങ്ങൾ ജയിലിൽ നിന്നും ആൾക്കാരെ, ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷപ്പെടുത്തി. എല്ലാം അസദിനെ വിമർശിച്ചവരെയാണ് ഈ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറക്കി വിടുന്ന അവരുടെ കുടുംബാംഗങ്ങളുമായി നേരിൽ കണ്ടെന്നൊക്കെ പറയും. നമ്മളെല്ലാം സ്ഥിരമായിട്ട് വാർത്ത കാണുന്നത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. ചുമ്മാതെ കള്ളം. ജയിലിൽ കിടക്കുന്ന ഗോവിന്ദച്ചാമി, റിപ്പർ, ഇതൊക്കെ ഇറങ്ങി വരുന്നത് 10-35 കൊല്ലമായിട്ട് ഉമ്മാരൊക്കെ ശിക്ഷിച്ചിട്ടിരിക്കുകയാണ്. അസദിനെ വിമർശിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ തലവകാരാ. അവരെ പിടിച്ച് കുറേ ആളാകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ പിടിച്ചിടുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വിഷയം ഉണ്ടായല്ലോ, ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ താഴെ ഇടുന്ന ഒരു സപ്പോസ് നമുക്ക് ചിന്തിക്കാമല്ലോ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇതുപോലെ കുറേ ആൾക്കാർ ജയിലിൽ കിടന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവരൊക്കെ പക്കാ ക്രിമിനൽ, കൊലപാതകികൾ, ബലാത്സംഗക്കാർ, കള്ളന്മാർ, പിടിച്ചുപറിക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശിക്ഷിച്ച് 8-10 കൊല്ലവും 25 കൊല്ലവും വീടകരെ എല്ലാവരും പിടിച്ചിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ തുറന്നിടുന്നത്. എന്നിട്ട് പറയുകയാണ് അതെ ഇവരെല്ലാം ഗവൺമെൻറ്റിനെ വിമർശിച്ചവരാണ് കേട്ടോ, ഇവരൊന്നും കുറ്റവാളികളുള്ള നല്ല മനുഷ്യരാണ്. അതിനവിടെ തന്നെ കുറ്റവാളി ഇല്ലേ? ഇവന്മാരെ പോലെ കെട്ടവന്മാർ വേറെ അല്ല. ഈ അറബികളെ മൊത്തം എല്ലാം അങ്ങനെയാണ്, എല്ലാം ക്രിമിനൽസാണ്. അത് യുദ്ധം ചെയ്യുന്നൊരു വിഭാഗം, ഇങ്ങനത്തെ ക്രിമിനൽസ് വേറെ ഉണ്ട്. കൊല്ലും കൊലയും നടത്തുന്ന ആൾക്കാരും കൊള്ളയടിക്കുന്നവരും ഇങ്ങനെ അങ്ങോട്ട് അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ പിടിച്ച് എല്ലാ രാജ്യങ്ങളും ജയിലിടും. സൗദി അറേബ്യ കിടപ്പില്ലേ, ദുബായ് ജയിലിൽ കിടപ്പില്ലേ? ഏത് രാജ്യത്താണ് ഇല്ലാത്ത? എല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പോൾ സിറിയയ്ക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത കാണിക്കുന്നത്? സംഭവമൊന്നുമല്ല, ഇവന്മാരെ തേച്ച് വെളുപ്പിക്കണം. ഈ ജോലാനി അൽഖായിദ സംഘത്തെ, അതായത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രോക്സി സംഘത്തെ തേച്ച് വെളുപ്പിക്കണം. അതിനുവേണ്ടിയുള്ള തന്ത്രമാണ്. അവന്മാർ വളരെയധികം കാരുണ്യത്തോടെ പെരുമാറുന്നു. ആരുടെ? ജയിലിൽ കിടക്കുന്നവരോടോ? ചീട്ടിച്ച് ഇട്ടിരിക്കുന്നവരെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി വരത്തിന് അവശനായിട്ട് ഇങ്ങനെ പിടിച്ച് എടുത്തോണ്ടൊക്കെ വരുന്നതാണ്. ഈ എടുത്തോണ്ടൊക്കെ വരുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലായി അവൻ ജീവിച്ചിരുന്നില്ല ഇത്ര നാൾ. ഇവർ രോഗിയായി അവശനായിട്ട് കിടക്കുന്നത് ഇന്നലെ രാവിലെ പിടിച്ചിടിച്ചൊന്നുമല്ല. അസദ് ഭരണം വിട്ടിട്ട് 15 ദിവസമായി ഇല്ലേ? ആ സമയത്ത് ഇവനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. ഇവർക്ക് ചികിത്സ അന്നേ കൊടുത്തിട്ട് ഇവരെ ഒക്കെ എഴുന്നേപ്പിച്ച് നടത്തിക്കൊണ്ട് വന്നാൽ പോരെ. സംഭവമൊന്നുമല്ല, ഇതെല്ലാം നാടകങ്ങളാണ്, മൊത്തം നാടകം. ലോകത്തിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവർ നല്ല ആൾക്കാരാണെന്ന്, കാരണം ഇവർക്ക് ചീത്തപ്പേര് കിടപ്പുണ്ടല്ലോ, ഇവന്മാർ കൊലപാതകികളാണ്, കൊള്ളന്മാരാന്നുള്ള ഒരു ചീത്തപ്പേര് കിടക്കുന്നതുകൊണ്ട് അവരെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കുറച്ച് നാടകങ്ങളാണ് ഇതൊക്കെ. അതൊന്നും ആരും വിശ്വസിക്കണ്ട, ചുമ്മാതാ, കള്ളവാ. സിറിയയിൽ നിങ്ങളത്തെ ഒരു വാർത്ത വന്നാലും തീവ്രവാദികളിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകുകയില്ല. ഇങ്ങനെ നല്ല പ്രവൃത്തികളൊന്നും ഉണ്ടാവില്ല. അവരിപ്പോൾ തന്നെ അവിടെ തന്നെ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. റോഡിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ചെറുപ്പക്കാരെ പിടിച്ച് അടിക്കുക. ഈ വീഡിയോകളൊക്കെ ഉള്ളത്. ഇന്ന് നമുക്കൊന്നും ഇവിടെ ഇടാൻ കഴിയില്ല. ചുമ്മാ അടി കൊടുക്കുക, നിരത്തി അടിക്കുക. അവന്മാരെല്ലാം സിഗരറ്റ് വലിച്ചു. ഇപ്പം തന്നെ അവന്മാർ ഇസ്ലാമിക ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇതാണ് ഇസ്ലാമിക ഭരണം, സിഗരറ്റ് വലി. ഈ സിറിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ വളരെയധികം സന്തോഷത്തിൽ വളരെയധികം സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്നതാണ്. കാര്യം അസദ് ഏകാധിപതി എന്നൊക്കെ പറഞ്ഞാൽ അയാളൊരു യൂറോപ്യൻ സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് അയാളിങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ആ ജനങ്ങൾ ഇതാണ്. നമ്മുടെ നാട്ടിലും ഗവൺമെൻറ്റിനെ വിമർശിച്ച് കഴിഞ്ഞാൽ പിടിച്ചകത്തിടില്ല. നമ്മളെ ഇല്ലെന്ന് ആരാ പറയാൻ പറ്റുന്നത്? ഗവൺമെൻറ് ശരിക്കും വിമർശിച്ച് നോക്കും, പിടിച്ചകത്തിടും. പിന്നെ ഇറങ്ങി വരണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. ഇത് തന്നെ അവിടെയും നടന്നിരിക്കുന്നത്. ഒരുപാട് വിമർശിക്കുന്നവരെ പിടിച്ചകത്തിടും, അല്ലാത്തവരൊക്കെ പുറത്ത് വിട്ടേക്കും. അല്ലെ അടുത്ത ഗവൺമെൻറ് അനുകൂലിക്കുന്നവൻ പിടിച്ച് 2 അടി കൊടുക്കും. ഇവിടെ ഈ സംഖ്യകളൊക്കെ ചെയ്യുന്ന പോലെ. അത് തന്നെയേ ഉള്ളൂ, വേറൊന്നുമില്ല.
അല്ല 35 കൊല്ലമായിട്ട് കിടക്കുകയാണ്, 60 കൊല്ലമായിട്ട് കിടക്കുന്നത് അടിക്ക് കൊഴുത്തോരത്തന്മാർ ഇറങ്ങി വരിക. 60 കൊല്ലമായിട്ട് കിടക്കുന്നത് പട്ടിണിയാണ്, അവിടെ ജയിലിൽ പട്ടിണിയാണെന്ന് എന്നാ ഇവന്മാർ പറയുന്നത്. ഇവന്മാർ സത്യത്തിൽ ജയിലെല്ലാം അരിച്ച് വിറക്കുകയാണ്. ഒറ്റ ഒരുത്തനെ കിട്ടിയില്ല. ഞാൻ മിനിഞ്ഞാന്നൊരു വാർത്തയിൽ ഇട്ടിരുന്നത്, ഒരുത്തനെ കിട്ടിയില്ല. അണ്ടർഗ്രൗണ്ടിൽ ജയിലിലെല്ലാം ഇവരെ അരിച്ച് വിറക്കിയതാണ്. ജയിലിൽ വെട്ടിപ്പൊളിക്കുന്നു. അതിൽ അവർ അന്വേഷണം തന്നെ നിർത്തി കഴിഞ്ഞു. എന്നിട്ടും ഈ മീഡിയകൾ സമ്മതിക്കില്ല. ഓരോന്ന് കൊണ്ടുവരും, ഓരോരുത്തരുടെ നാടൻ വേഷം കെട്ടിച്ചോട്ട് കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ബന്ധുക്കളെ കൊണ്ടുവരിക, ബന്ധുക്കളിങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് നാടകം കളിക്കുക. ഇവരിട്ടിരിക്കുന്ന നല്ല ഒന്നാന്തരമായിട്ട് ഇപ്പം നല്ല ഷൈവൊക്കെ വെച്ചാൽ നല്ല കുട്ടപ്പനായിട്ട് നല്ല പുതിയ ഡ്രസ്സുമൊക്കെയാണ് ഇവരിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇവനെ എടുത്തുകൊണ്ട് വരിക. ഇനി അഥവാ ആണെന്ന് വെച്ചാൽ രോഗിയാണെന്ന് വെച്ചാൽ ഇവർ ജയിലിൽ ഇത്രയും നല്ല സുഖത്തിലല്ലേ അവൻ കിടന്നിരുന്നത്. വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ സുഖമായിട്ട് അവൻ ജയിലിൽ കിടന്നുകൊണ്ടിരുന്നത്. 35 കൊല്ലമായിട്ട് കിടക്കുന്നതിന് ഇങ്ങനെയാണ്, മേത്തൊരു ചെളി പോലും ഇല്ല. ഇങ്ങനെയൊക്കെ എല്ലാ യുദ്ധങ്ങളിലും നാടകങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ഒന്ന് ആക്രമിച്ചാലോ എന്ന് പ്ലാൻ ചെയ്യുന്നത്. അതവരുടെ നാശത്തിനാണ്. ഇറാനെ ആക്രമിച്ച് ഒരിക്കലും ഇസ്രായേലിൽ ജയിക്കാൻ കഴിയില്ല, അത് 100% ഉറപ്പാണ്. ഇസ്രായേൽ എന്നൊരു രാജ്യം അതോടെ നശിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതല്ലെങ്കിൽ പണ്ടേ ഇസ്രായേൽ ഇത് ചെയ്തേനെ. അവർക്ക് ഏതെങ്കിലും രീതിയിലൊരു പാങ്ങുണ്ടായിരുന്നെങ്കിൽ. എത്ര കൊല്ലമായി, 87 തൊട്ടങ്ങാണ്ട് ഉപരോധത്തിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇറാൻ എന്ന് പറഞ്ഞത്. ഈ ഉപരോധങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ ഒളിച്ചും പാത്തും പെട്രോളും വിറ്റ് എന്നുവെച്ചാൽ രാജ്യത്തിനെ ഡെവലപ്പാക്കി ഇത്രയും ആയുധങ്ങൾ ഒരു മേടിച്ച് കൂട്ടിയിരിക്കുകയാണ്. അവർ ലോകശക്തികളിൽ ഒന്നായിട്ട് അവർ നിൽക്കുകയാണ് അല്ലേ. അപ്പം അവരെ തൊടാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇനി ചെന്നിട്ട് അവരെ പോയി ആക്രമിക്കാൻ വേണ്ടിയില്ലേ തോണ്ടിക്കൊണ്ടേയില്ലേ, എന്നിട്ട് തല്ലി മടിക്കാൻ. ഇതിനു പോയി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അമേരിക്കയെ യുദ്ധത്തിലേക്ക് ഇറക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇസ്രായേലിന് എപ്പോഴും ഉള്ളിലുണ്ട്. അപ്പം ഇറാനുമായിട്ട് തോണ്ടി ഇറാൻ തിരിച്ചടിക്കുമ്പോൾ അമേരിക്ക നേരിട്ട് ഇടപെടും എന്നൊരു തോന്നൽ ഇസ്രായേലിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ട്രംപിനിപ്പോൾ ആ ഒരു മാനസികാവസ്ഥ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്കൊന്ന് സമാധാനമായിട്ട് ഭരിച്ചാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പുള്ളിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ താല്പര്യമുള്ളൂ. കാരണം പറ്റുന്നില്ല, വയസ്സായില്ലേ. പഴയ പോലൊന്നും പോയി നടന്ന് ഒന്നും പറ്റില്ല പുള്ളിക്ക്. അതുകൊണ്ട് പുള്ളി പറയുന്നത് എല്ലായിടത്തും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നിർത്തണം, അതായത് റഷ്യയായിട്ടുള്ള യുദ്ധം നിർത്തണം, എല്ലാവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിർത്തണമെന്ന് പുള്ളിങ്ങനെ സമാധാനത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്. പുള്ളി ഭ്രാന്തനാണല്ലോ. എന്നിട്ടും പുള്ളി പറയുന്നത് എല്ലാവരുമായിട്ട് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി പുള്ളി തയ്യാറാകുകയാണ്. ഇതൊന്നും സമ്മതിക്കാതെ ഇസ്രായേൽ യുദ്ധത്തിന് നടക്കുകയാണ്. എന്താ അതൊക്കെ കളി എന്നാലോചിച്ച് നോക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ രസകരമായിരിക്കും കാര്യങ്ങൾ. മുന്നോട്ട് എങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. പുതിയ വാർത്തകളുമായിട്ട് ഞാൻ വീണ്ടും വരും.